നമസ്കാരം. ഇന്ത്യയുടെ ഭാഗമായ കശ്മീർ പിടിച്ചെടുത്തുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാമെന്ന് കരുതിയ പാകിസ്ഥാന് എട്ടിന്റെ പണി കിട്ടാൻ പോയത്. ഇന്ത്യയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കേണ്ട ഗതികേടിലേക്കാണ് പാകിസ്ഥാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പ്രതികാര നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നത്. സിന്ധു നദീജല കരാർ നിർത്തലാക്കിയപ്പോൾ തന്നെ പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടി. അതിനുശേഷം എല്ലാം ശാന്തമായി എന്ന് കരുതി പാകിസ്ഥാൻ സമാധാനമായിരുന്ന നേരത്താണ് ഉറക്കത്തിൽ കിടന്ന പാകിസ്ഥാന്റെ നെഞ്ചത്ത് ഇന്ത്യ തീ കൊളുത്തിയത്. ട്രംപിന്റെ കാലുപിടിച്ചും സേവ ചെയ്തും ഇന്ത്യക്കെതിരെ തിരിക്കാമെന്ന് കരുതിയപ്പോഴും പാകിസ്ഥാൻ കണ്ടത് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ പോലും മുട്ടുവിറയ്ക്കാതെ മുട്ട് വളയ്ക്കാതെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന മോദിയെയാണ്. അതോടെ സൗദിയുമായി കരാറുണ്ടാക്കി ഇന്ത്യയെ തകർക്കാമെന്ന് കരുതിയെങ്കിലും അവിടെയും പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനി ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി കരഞ്ഞപേക്ഷിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്ന് ഏതാണ്ട് പാകിസ്ഥാന് ഉറപ്പായി കഴിഞ്ഞു. പാക് അധീന കാശ്മീർ സൈനിക നടപടികളൊന്നും കൂടാതെ തന്നെ വീണ്ടും ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും ആത്മധൈര്യത്തോടെ പറയണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ തകർന്നു തരിപ്പണമായി യാചിച്ചു നിൽക്കാൻ തുടങ്ങി എന്ന് തന്നെയാണ്. പാകിസ്ഥാൻ അവരുടെ സ്വന്തം മണ്ണിൽ തന്നെ കഴിഞ്ഞ ദിവസം സ്ഫോടനം നടത്തി കുട്ടികൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ജനതയെ കൂടി ഇല്ലായ്മ ചെയ്യാൻ തുടങ്ങിയതോടെ പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയുടെ കൂടെ മനസ്സാലെ ചേർന്നു എന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നെറികേടിനെതിരെ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ശബ്ദമുയർന്നു കഴിഞ്ഞു. ഇന്ത്യയുമായി ലയിക്കുന്നതിന് വേണ്ടി പാക് അധീന കാശ്മീരിൽ മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ്. ഭാരതത്തിന്റെ ഭാഗമാണ് എന്ന് പാക് അധീന കാശ്മീർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ദിവസം വരുമെന്ന് മൊറോക്കയിലെ പരിപാടിയിൽ സംവദിക്കവെയാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പാക് അധീന കാശ്മീർ തനിയെ ഇന്ത്യയുടേതാകുമെന്നും അവിടുത്തെ ആവശ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നും പറഞ്ഞ രാജ്നാഥ് സിംഗ് അവിടുത്തെ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നും 5 വർഷം മുൻപ് കാശ്മീർ താഴ്വരയിൽ നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തെ അഭിസംബോധന ചെയ്യവേ പാകിസ്ഥാൻ ആക്രമിച്ചു പിടിച്ചെടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടാവില്ലെന്നും അതെന്തായാലും നമ്മുടേതാണെന്നും പറഞ്ഞിരുന്നുവെന്നും തങ്ങളും ഭാരതത്തിന്റെ ഭാഗമാണ് എന്ന് പാകിസ്ഥാൻ തന്നെ വിളിച്ചു പറയുന്ന ദിവസം വരുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പാക് അധീന കാശ്മീരിലെ പ്രധാന നഗരമായ റാവൽകോട്ടിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പേർ തെരുവിലിറങ്ങി പ്രകടനങ്ങൾ നടത്തി തുടങ്ങി. വർഷങ്ങളായി അനുഭവിക്കുന്ന അവഗണന, രൂക്ഷമായ തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ, ഭരണകൂടത്തിന്റെ നീതികേട്, നെറികേട് എന്നിവയിൽ നിന്നൊക്കെ ഉടലെടുത്ത പ്രതിഷേധമായിരുന്നു ഇത് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ ജനത തന്നെ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ ലയിക്കാനും മോദി ഭരണത്തിൽ സുരക്ഷിതമായി കഴിഞ്ഞുകൂടാനുമുള്ള ആഗ്രഹം ഓരോരുത്തരുടെയും മനസ്സിൽ ഉയർന്നു കഴിഞ്ഞു. പാകിസ്ഥാൻ ജനതയുടെ കാലങ്ങളായുള്ള നിശബ്ദമായ നിലവിളി അവസാനിപ്പിച്ചുകൊണ്ട് അതിന് അലർച്ചയുടെ രൂപം കൈവന്നിരിക്കുന്നു. ഇനി അത് ആജ്ഞയുടെ രൂപത്തിലേക്ക് വഴിമാറുന്നതോടെ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ ഭരണകൂടത്തെ തല്ലിത്തകർത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് ലയിക്കാൻ സന്നദ്ധരായി വരുന്ന സമയം വിദൂരമല്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച